തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായി മത്സരം നടക്കാൻ പോകുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ഈ കോർപ്പറേഷൻ ഇടതുപക്ഷത്തു നിന്ന് പിടിച്ചെടുക്കുക എന്നത് ബി.ജെ.പിയുടെ പ്രധാന അജണ്ടയാണ്. കോർപ്പറേഷനിലെ പ്രധാന പ്രതിപക്ഷവും ബി.ജെ.പി തന്നെ. കോൺഗ്രസും പ്രധാന നേതാക്കൾക്ക് ചുമതല നൽകി തലസ്ഥാന ഭരണം കൈപ്പിടിയിലാക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിവരുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഈ നീക്കത്തെ പൊളിക്കാൻ കൂടുതൽ ജനകീയ ഇടപെടലുകളുമായി കളം നിറയുന്നത് ഇപ്പോൾ ഇടതുപക്ഷമാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ നഗരസഭ പദ്ധതി ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ സ്വപ്നങ്ങൾക്ക് മേലാണ് കരിനിഴൽ പടർത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന സമാനതകളില്ലാത്ത കൊള്ളയാണ് മേയറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ നഗരസഭ എന്ന ക്യാമ്പയിനുമായി കോർപ്പറേഷൻ ജനങ്ങളിലേക്ക് ഇറങ്ങിയതോടെയാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടേതുൾപ്പെടെ സാമ്പത്തിക വെട്ടിപ്പിന്റെ മാരകമായ പല വേർഷനുകൾ പുറത്തു വന്ന് തുടങ്ങിയിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. വിവാദമായ SC/ST അഴിമതി കേസിന് പിന്നാലെയാണ് ഈ സംഭവങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും നേതാക്കളും കൗൺസിലർമാരുമാണ്. കോടികളുടെ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് പുറത്തായിട്ടും കോൺഗ്രസും ബി.ജെ.പിയും മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലായിരുന്നു. കാരണവും അധികം അന്വേഷിക്കാതെ തന്നെ പുറത്തു വന്നു. ഒന്നിനു പിറകെ ഒന്നായി ഫണ്ട് തട്ടിപ്പുകൾ പ്രളയജലം പോലെ ഒഴുകുന്ന കാഴ്ചകൾക്കാണ് തിരുവനന്തപുരം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിതകർമ്മസേനയുടെ ഫണ്ട് തട്ടിപ്പ് ലക്ഷങ്ങളുടെ തിരിമറി നടത്തിയത് ബി.ജെ.പി കൗൺസിലർ PV മഞ്ജു. ഗുണഭോക്താക്കൾക്കുള്ള സൗജന്യ ഫോം ഏജന്റിനെ വെച്ച് വിൽപ്പന നടത്തി പണം തട്ടിയത് മറ്റൊരു ബി.ജെ.പി കൗൺസിലർ GS ആശാനാഥ്. കരിക്കകം കൗൺസിലർ DG കുമാരൻ ഭൂമാഫിയകളിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയെന്ന് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത് ബി.ജെ.പി സൗത്ത് മണ്ഡലം പ്രസിഡന്റ് ഹരികൃഷ്ണൻ. ഇങ്ങനെ അഴിമതി പരമ്പരകൾ ഓരോന്നായി പുറത്താകുമ്പോഴും കോൺഗ്രസ് പ്രതിഷേധിച്ചിട്ടില്ല. പല ഇടപാടുകളിലും കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ ബന്ധമുണ്ടെന്നതിനാലാണ് മൗനമെന്നത് പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് പുറത്തായതോടെ വ്യക്തമായ കാര്യമാണ്. ഇതിന്റെ ഭാഗമായിരുന്നു കോൺഗ്രസ് മുൻ കൗൺസിലർ മോനി ശേഖറും പട്ടം കോപ്പറേറ്റീവ് ബാങ്ക് മാനേജർ സോണിയും ചേർന്ന് ഇടനിലക്കാരെ ഉപയോഗിച്ച് പാവങ്ങൾക്കുള്ള കോടികൾ വെട്ടിച്ചതിനെതിരെ ബി.ജെ.പി മൗനം പാലിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ ഏറെ വിവാദമുണ്ടാക്കിയ കേസായിരുന്നു കോടികളുടെ SC/ST ഫണ്ട് തട്ടിപ്പ് കേസ്. കേസിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് 14 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ റിപ്പോർട്ടിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് മേയർ നൽകിയ പരാതിയിന്മേലാണ് അന്വേഷണം നടന്നതും പിന്നീട് കോർപ്പറേഷൻ ജീവനക്കാർ അടക്കമുള്ള പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവന്നതും. കോർപ്പറേഷൻ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരായി ജോലി നോക്കിയിരുന്ന പ്രവീൺ രാജ്, ഷെഫിൻ, പട്ടൺ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് മാനേജർ സോണി, ഇടനിലക്കാരായ മുൻ കൗൺസിലർ മോനി ശേഖർ അടക്കമുള്ള മറ്റു 11 പേർ എന്നിവരാണ് അറസ്റ്റിലായത്. 2020-21 വർഷത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ SC/ST വിഭാഗത്തിലെ വനിതകൾക്ക് സംരംഭകത്വം തുടങ്ങുന്നതിന് 1.26 കോടിയും 2021-22 BPL വിഭാഗത്തിലെ വനിതകൾക്ക് സംരംഭകത്വം തുടങ്ങുന്നതിന് 1.14 കോടിയും സബ്സിഡി ലോണായി അനുവദിച്ചിരുന്നു. എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വ്യക്തികൾക്ക് സബ്സിഡി അനുവദിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. പിന്നീട് യഥാർത്ഥ രേഖകൾ ഓഫീസിൽ നിന്ന് മാറ്റി തെളിവുകൾ നശിപ്പിച്ചു. ഇടനിലക്കാരിയായ സിന്ധുവിന്റെ അശ്വതി സപ്ലൈസ് എന്ന വ്യാജ സ്ഥാപനത്തിന്റെ പട്ടം സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടുകളിലേക്കും മറ്റ് ഇടനിലക്കാരുടെ അക്കൗണ്ടുകളിലേക്കും തുക മാറ്റിയായിരുന്നു തട്ടിപ്പ്. ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അനിരുദ്ധനും കേസിൽ അറസ്റ്റിലായിരുന്നു. അനിരുദ്ധന്റെ മകൾ അജിത കോൺഗ്രസ് നേതാവും മുൻ SC പ്രൊമോട്ടറുമായിരുന്നു. ഇടനിലക്കാരെ പ്രവർത്തിച്ച പലരും കോൺഗ്രസ് അനുഭാവികളും പ്രവർത്തകരുമാണ്. കോടികളുടെ തട്ടിപ്പ് നടന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഓഡിറ്റ് വകുപ്പാണ് ഈ തട്ടിപ്പ് ആദ്യം കണ്ടെത്തിയത്. തുടർന്നാണ് മേയർക്ക് റിപ്പോർട്ട് നൽകുന്നതും അത് പോലീസ് കേസിലേക്കും അന്വേഷണത്തിലേക്കും അറസ്റ്റിലേക്കും നീങ്ങുന്നത്. ഇതിന്റെ തുടർച്ചയായി ജനറൽ വിഭാഗം പദ്ധതിയിലും അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതിയിലും തട്ടിപ്പ് കണ്ടെത്തി. ഇതെല്ലാം വിരൽ ചൂണ്ടിയത് അശ്വതി അസോസിയേറ്റ്സ് എന്ന ഒരു വ്യാജ സ്ഥാപനത്തിലേക്കായിരുന്നു. SC/ST ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബി.ജെ.പി കൗൺസിലർമാരുടെ പങ്ക് കൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPM രംഗത്ത് വന്നിട്ടുണ്ട്. അഴിമതി നടന്നത് പ്രധാനമായും ബി.ജെ.പി കോൺഗ്രസ് കൗൺസിലർമാരുടെ വാർഡുകളിലാണ്. ഇത് വ്യക്തമാക്കുന്നത് ഇവരുടെ സഹായം ഇടനിലക്കാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ്. അഴിമതിക്ക് പിന്നിൽ വലിയ റാക്കറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വന്തം അഴിമതി മറച്ചുവെക്കാനാണ് LDF ഭരണസമിതിക്കെതിരെ ബി.ജെ.പിയും കോൺഗ്രസും നിരന്തരം സമരവും അക്രമവും നടത്തിയിരുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്.
ഇവർക്ക് ഭരണം ലഭിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരം നഗരം തന്നെ വിൽപ്പനയ്ക്ക് വെക്കുമായിരുന്നു എന്നാണ് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇത്രയും വലിയ അഴിമതികൾ കൃത്യമായ തെളിവുകളോടെ പുറത്തു വന്നിട്ടും കോൺഗ്രസും BJPയും ഇതുവരെ യാതൊരു പ്രതിഷേധത്തിനും മുൻകൈയെടുത്തിട്ടില്ല. പ്രതിഷേധിച്ച് രംഗത്ത് വരാനുള്ള അർഹത രണ്ടുപേർക്കും ഇല്ലെന്നത് തന്നെയാണ് ഈ മൗനത്തിന് പിന്നിലെ കാരണമെന്ന് തന്നെ കരുതേണ്ടി വരും. പാവങ്ങളുടെ പണം കൈയിട്ട് വാരി പുട്ടടിക്കുന്നതിൽ രണ്ടു കൂട്ടർക്കുമുള്ള വൈദഗ്ധ്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെളിച്ചം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പുറത്തു വന്നിരിക്കുന്ന ഇത്രയും വലിയ അഴിമതി കഥകൾ പ്രതിപക്ഷത്തെ ഏറെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ എന്തായാലും സംശയമില്ല. രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ്.